വടകര ബ്ലോക്ക് എംപ്ലോയീസ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി കണ്ണൂക്കരയിൽ പ്രവർത്തനമാരംഭിച്ച സഹകരണ നീതി ലാബിന്റെ ഉദ്ഘാടനം ഒഞ്ചിയം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ശ്രീജിത്ത് നിർവഹിച്ചു. ടീച്ചറെ, ഇത് നമ്മുടെ ഫാമിലിയിലെ വെഡിങ് ഫെസ്റ്റിവൽ ആണ്. നമ്മുടെ ഫാമിലിയിലെ കല്യാണം. ഫാമിലിയിൽ കല്യാണമാണ്. ഗംഭീരമായ കളക്ഷനോടെ കല്യാണത്തിനൊരുങ്ങി ഫാമിലി വെഡിങ് സെന്റർ. വടകര ബ്ലോക്ക് എംപ്ലോയീസ് കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ആഭിമുഖ്യത്തിൽ കണ്ണൂക്കര ടൗണിൽ പ്രവർത്തനമാരംഭിച്ച നീതി മെഡിക്കൽ ലാബിന്റെ ഉദ്ഘാടനം ഒഞ്ചിയം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ശ്രീജിത്ത് നിർവഹിച്ചു. നമ്മുടെ പൊതുജന ആരോഗ്യ മേഖലയോടൊപ്പം തന്നെ സഹകരണ മേഖലയും അതോടൊപ്പം തന്നെ സ്വകാര്യ നിക്ഷേപത്തെ പറ്റി നമുക്ക് തള്ളിക്കളയാൻ വേണ്ടി പറ്റില്ല. ഇന്ന് ആ നിലയിൽ 3 മേഖലകളിലും എല്ലാം നമുക്ക് സർക്കാരിൻ്റെ ഭാഗമായി പൊതുജന ആരോഗ്യത്തിൻ്റെ ഭാഗമായി നിർവഹിക്കാൻ പറ്റും എന്നുള്ള ഒരു സ്ഥിതിയിലേക്ക് നമ്മുടെ കേരളം വളർന്നിട്ടില്ല എന്ന യാഥാർത്ഥ്യമുണ്ട്. അവിടെയാണ് സഹകരണ മേഖല തങ്ങളുടെ കർത്തവ്യം ബാങ്കിങ് മേഖലകളിൽ ഇന്നലകളിൽ എങ്ങനെയാണ് ചെയ്തത്, അതേപോലെ ഈ കാലത്തും ഇനി വരുന്ന കാലത്തുമൊക്കെ ആരോഗ്യ മേഖലയിലേക്ക് കണ്ണുവെച്ച പ്രവർത്തനങ്ങൾ നടത്താൻ സഹകരണ മേഖലയ്ക്കാകുന്നത്. അതിൻ്റെ ഒരു ഇവിടത്തെ തുടക്കം നേരത്തെ തന്നെ ഓർക്കാട്ടേരിയിൽ നീതി ലാബ് വളരെ ഫലപ്രദമായി നടപ്പിലാക്കി വിജയിച്ച ഒരു സംഘമാണ്. അപ്പോൾ അവർക്കറിയാം എങ്ങനെയാണ് ആളുകളുടെ ആവശ്യം എന്താണ്, ഏത് രീതിയിലാണ് ഏത് സമയത്താണ് ആളുകൾക്ക് ടെസ്റ്റ് ആവശ്യമായി വരുന്നത്. അതോടൊപ്പം തന്നെ ജനങ്ങളുടെ ആരോഗ്യ ബോധത്തെപ്പറ്റി, നമ്മുടെ ആരോഗ്യ മേഖലയിൽ നാം ഇന്ന് അനുഭവിക്കുന്ന പുതിയ പ്രശ്നങ്ങളെപ്പറ്റി, ചെറുപ്പക്കാരെ സംബന്ധിച്ചിടത്തോളമുള്ള വ്യായാമമില്ലായ്മ ഉൾപ്പെടെയുള്ളതുകൊണ്ട് 21 വയസ്സെത്തുമ്പോൾ തന്നെ ഹൃദയം തുറന്ന് ശസ്ത്രക്രിയ ചെയ്യേണ്ട ഒരു നാടായി നമ്മുടെ കേരളം മാറുന്നു എങ്കിൽ എവിടെയോ ഒരു താളപ്പിഴവ് പറ്റിയിട്ടുണ്ട്. അങ്ങനെ പറ്റുന്ന ജീവിതശൈലീ രോഗങ്ങളെന്നൊക്കെ നമ്മൾ ഓമനപ്പേരിട്ട് വിളിക്കുന്ന അതിൻ്റെയൊക്കെ വല്ലാത്ത വർധനവ്, ക്രമാതീതമായ വർധനവ് വരുന്ന ഒരു കാലഘട്ടത്തിൽ ഇതുപോലെയുള്ള സ്ഥാപനങ്ങൾ നമുക്ക് അത്യന്താപേക്ഷിതമാണ്. ആരോഗ്യമുള്ള ഒരു സമൂഹത്തിന്, രോഗപ്രതിരോധ പ്രവർത്തനത്തിന് ഇതുപോലെയുള്ള മെഡിക്കൽ ലാബുകളുടെ ധർമ്മം ഏറ്റവും പ്രധാനമാണ് എന്ന് സൂചിപ്പിച്ചതുകൊണ്ട്, അതുപോലെ തന്നെ ഇത്തരം സ്ഥാപനങ്ങൾക്ക് ഈ നാട്ടിലെ ജനങ്ങൾ അവരെല്ലാ തരത്തിലുള്ള പിന്തുണയും നൽകേണ്ടതുണ്ട്. സംഘം പ്രസിഡന്റ് കെ ശശികുമാർ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ സംഘം സെക്രട്ടറി കെ അനീഷ് കുമാർ റിപ്പോർട്ട് അവതരിപ്പിച്ചു. ചടങ്ങിൽ ലാബ് ഉപകരണങ്ങളുടെ സ്വിച്ച് ഓൺ കർമ്മം വടകര അസിസ്റ്റന്റ് രജിസ്ട്രാർ പി ഷിജു നിർവഹിച്ചു. ഹെൽത്ത് സെന്ററിന് വാട്ടർ ഡിസ്പെൻസർ സമർപ്പണം ഒഞ്ചിയം ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സുധീർ മഠത്തിൽ നിർവഹിച്ചു. തില്ലേരി ഗോവിന്ദൻ മാസ്റ്റർ, വി പി ഗോപാലകൃഷ്ണൻ മാസ്റ്റർ, യൂസഫ് മമ്മാലിക്കണ്ടി, എൻ പി ഭാസ്കരൻ മാസ്റ്റർ, പ്രദീപ് കുമാർ പി, അഡ്വക്കേറ്റ് ദേവരാജൻ, സുരേന്ദ്രൻ ആർ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. എം വിജയൻ മാസ്റ്റർ സ്വാഗതവും അസിസ്റ്റന്റ് സെക്രട്ടറി സുമിത് ലാൽ വി നന്ദിയും പറഞ്ഞു. വടകര ബ്ലോക്ക് എംപ്ലോയീസ് കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ 2ാമത് നീതി മെഡിക്കൽ ലാബ് ഇന്ന് കണ്ണൂക്കരയിൽ തുടക്കം കുറിക്കുകയാണ്. ഓർക്കാട്ടേരി ടൗണിൽ ഞങ്ങൾ 4 വർഷമായി സഹകരണ നീതി മെഡിക്കൽ ലാബ് വിജയകരമായി പ്രവർത്തിച്ചു വരുന്നു. അതിൻ്റെ അടുത്ത ഘട്ടം എന്ന നിലയിലാണ് ഞങ്ങൾ ഈ കണ്ണൂക്കരയിലോ ഒരു ലാബ് തുടങ്ങിയിട്ടുള്ളത്. പൊതുജനങ്ങൾക്ക് മിതമായ നിരക്കിൽ സേവനം നൽകുക എന്നതാണ് നമ്മുടെ ലക്ഷ്യം. ബയോകെമിസ്ട്രി, ഹെമറ്റോളജി, ഹോർമോൺ, വിവിധ എല്ലാ ടെസ്റ്റുകളും ഇവിടെ മിതമായ നിരക്കിൽ ചെയ്യുന്നതാണ്. വടകര ബ്ലോക്ക് എംപ്ലോയീസ് കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ വൈവിധ്യവൽക്കരണത്തിൻ്റെ ഭാഗമായി ഞങ്ങൾക്ക് നീതി മെഡിക്കൽസ്, നീതി കൺസ്യൂമർ സ്റ്റോർ, നീതി ലാബ് തുടങ്ങിയ അനുബന്ധമായി ബിസിനസ്സുകൾ ചെയ്തു വരുന്നുണ്ട്.
കൂടാതെ വളരെ പരിചയസമ്പന്നരായ ടെക്നീഷ്യന്മാരാണ്. അതുപോലെ തന്നെ വളരെ ഗുണമേന്മയുള്ള മെഷീനുകളും റിയാജൻസുകളുമാണ് ഞങ്ങൾ യൂസ് ചെയ്യുന്നത്. വളരെ കൃത്യതയും സൂക്ഷ്മതയുമായിരുന്ന റിസൾട്ട് ജനങ്ങൾക്ക് എത്തിക്കുക എന്നതാണ് ഞങ്ങളുടെ ലക്ഷ്യം. ആരോഗ്യ മേഖലയിലെ ഇത് രണ്ടാമത്തെ ചുവടുവയ്പ്പാണ്. സഹകരണ നീതി ലാബ് കണ്ണൂക്കരയിൽ തുടങ്ങുന്നത്. ന്യൂസ് ബ്യൂറോ മീഡിയ വടകര. എപ്പോ നോക്കിയാലും പിള്ളേർക്ക് ഒരു കളിയേ ഉള്ളൂ. നിനക്കെന്നാ വേണ്ടേ? പിള്ളേർ കളിച്ചോട്ടല്ലോ മോരാ. ആരത്? അതാ മോർണിംഗ് സ്റ്റാറിലെ സുരേഷിന്റെ ചെക്കന്ന് ഗൾഫിൽ പോകുന്നത് ജോലി കിട്ടിയിട്ട്. ഏത് നമ്മളെ ആ കുന്നുമല സുരേഷിന്റെ ചെക്കനാ? അതേന്ന്. കഴിഞ്ഞ ആഴ്ച കൂടെ കളിക്കാൻ പറ്റിണ്ടായിരുന്ന ചെക്കൻ. ഓന് ജോലി കിട്ടിയ? ഓന് മാത്രമല്ല, ഈ നാട്ടിലെ എല്ലാ പിള്ളേർക്കും ജോലി കിട്ടും. അതിനല്ല അവരീടെ ഇല്ലത്. ഏതിനോ? നീ ഏതിന്റെ കാര്യമായി പറയുന്നത്? നമ്മുടെ ശ്രീശങ്കരാചാര്യാന്ന്. തൊഴിലാണ് ലക്ഷ്യമെങ്കിൽ ശ്രീശങ്കരാചാര്യ